EV തരുന്ന ഡ്രൈവിംഗ് കംഫർട്ട്. ഇത് ഉപയോഗിക്കുന്നതിന്റെ മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന ഹോണ്ട സിറ്റി ആണ്. ഹോണ്ട സിറ്റി ഇസ് ദ ബെസ്റ്റ് വെഹിക്കിൾ. പക്ഷെ ഇത് ഓടിച്ചു കഴിഞ്ഞിട്ട് ഇനി ഹോണ്ട സിറ്റി ഓടിക്കുമ്പോൾ ഉള്ള ഡിഫറൻസ് ഹൈ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതോടുകൂടിയിട്ട് തീരുമാനിച്ചു വേറെ ഒരു രക്ഷയില്ല. 25% ഇരിക്കുമ്പോൾ ഞാൻ AC ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്രോക്സിമേറ്റ്ലി 6 hours കണ്ടെടുത്തു. 6 hours കൊണ്ട് ഫുൾ ചാർജ് ആയി. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 35 lakhs ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും സേഫ് ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. കാരണം പുറത്തുള്ള ഒരു ബ്രാൻഡ് ഇവൻ നാളെ കെട്ടിപ്പെറുക്കി പോകില്ല എന്നുള്ളതിന് ഒരു ബ്രാൻഡുകളൊക്കെ ഇവരൊന്നും നാളെ തിരിച്ചു പോവില്ല എന്നുള്ളതിന്. ഇപ്പം ഫോർഡ് വന്നു, ഇവിടെ നല്ല വണ്ടികൾ വിറ്റു, അത് കഴിഞ്ഞ് അവര് പെറുക്കി പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് B6 യാത്ര ചെയ്ത സമയത്ത് ഭയങ്കര ഒരു റിയർ സീറ്റ് ഭയങ്കര ഒരു ക്ലസ്ട്രോഫോബിക് അനുഭവമാണ് എനിക്ക് ഉണ്ടായത് വണ്ടിയിൽ. കാരണം വണ്ടി ഓടിക്കുമ്പോൾ അതൊരു പ്രോപ്പർ ഡ്രൈവേഴ്സ് കാറാണ്, ഒരു റേസിംഗ് കാറിൽ ഇരിക്കുന്ന പോലെയാണ്. ഓടിക്കാനൊക്കെ സൂപ്പർ ആണെങ്കിലും ബാക്കിൽ ലിറ്ററലി പട്ടിക്കൂട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എക്സാക്ട്ലി. വീഡിയോ കോൾ ചെയ്യുന്ന ഫെസിലിറ്റി. ഇതില് ക്യാമറ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റി. അപ്പൊ അത് നമ്മള് വീഡിയോ കോളിംഗുള്ള ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും ഈ ക്യാമറയിലൂടെ. അത് ശരി, അതൊക്കെ കൊള്ളാം, സംഭവം അടിപൊളി. മൊത്തത്തില് സാറ്റിസ്ഫൈഡ് ആണോ സോഫ? വണ്ടിയെ സംബന്ധിച്ചോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. ചാലഞ്ച് ഉള്ളത് സർവീസ് സെന്റർ ആണ്. ഇറാമോട്ടോ ഇവിടെ നമുക്ക് കാലിക്കറ്റ് ഇറാമോട്ടോസ് മാത്രമാണ് എങ്ങനെയുണ്ട്? മലപ്പുറത്ത് സർവീസ് ഓപ്പൺ ആയിട്ടില്ല. വേറൊരു പ്രശ്നം അതാണ്. കാരണം ഇതിനെ കുറിച്ച് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഇവർക്ക് നമുക്ക് ഒന്നും നമുക്ക് പറഞ്ഞു തരാനില്ല. വണ്ടി അവര് ഡെലിവറി എന്നതല്ലാതെ ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് ചില കാര്യങ്ങളല്ലാതെ നമ്മൾ സ്വന്തം ഇരുന്ന് പഠിക്കണം. ചുമ്മാ അല്ല, എനിക്ക് തോന്നുന്നു ഗോവിന്ദ അടക്കമുള്ള എല്ലാവരും കമ്പനിയുടെ പേരിൽ തന്നെ EV മൊത്തത്തിൽ എടുത്ത് യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ടാക്സ് ഹൈ എൻഡ് സ്ലാബിലുള്ള ആളുകൾ ഏറ്റവും നല്ലത് കമ്പനിയുടെ പേരിൽ വണ്ടി എടുക്കുക. ഡെപ്രിസിയേഷൻ കഴിഞ്ഞ് ബുക്കിൽ നിന്ന് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കിയിട്ട് പുതിയതിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പുതിയ വണ്ടികൾ ഉപയോഗിക്കാം. നമുക്ക് അതിനുള്ള ഗവൺമെന്റ് സേവിങ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. ഞാനിപ്പോൾ ഉള്ളത് ഒരു XEV 90 അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് മഞ്ചേരിയിൽ വന്നപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷൻ പരിചയപ്പെടുത്തി തന്നായിരുന്നു. ഒരു 7-8 ലക്ഷം രൂപ ചിലവിൽ സീമെൻസിൻ്റെ മെഷീനൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്ത് ഗോവിന്ദിൻ്റെ പ്രഭാ EVയുടെ കീഴിലൊരു ചാർജിങ് സ്റ്റേഷൻ വെച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നോ. ആ ചാർജിങ് സ്റ്റേഷൻ്റെ ഓണറായിട്ടുള്ള ജയരാജ് സാറിൻ്റെ വണ്ടിയിലാണ് നമ്മൾ ഇന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ വണ്ടി വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നത് 2 മാസത്തോളമായി. അന്ന് മുതലേ ഞാൻ പറയുന്നുണ്ട് നമുക്ക് വീഡിയോ ചെയ്യണം എന്ന്. പക്ഷേ പല തിരക്കുകൾ, എൻ്റെ തിരക്കും പുള്ളിയുടെ തിരക്കൊക്കെ കാരണം വീഡിയോ ലേറ്റായി പോയി. അതുകൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി അത്യാവശ്യം ഓടിയിട്ടുണ്ട്. സോ ഇത്രയും നാൾ ഓടിയിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെ ജയരാജ് സാറുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു മഞ്ചേരിയിൽ അന്നൊരു ചാർജിങ് സ്റ്റേഷന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാർജിങ് സ്റ്റേഷന്റെ ഓണറാണ് കൃഷ്ണ എന്റർപ്രൈസസ് അല്ലേ? അതെ. ആ ചാർജിങ് സ്റ്റേഷൻ ഇപ്പൊ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ ഹാപ്പിയാണ്. അതെ, തീർച്ചയായിട്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴും മൊത്തത്തിൽ നല്ല റേറ്റിംഗ് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു വലിയ ഫോൾട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭംഗിയായിട്ട് അത് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓൾമോസ്റ്റ് 99.9% സക്സസ് റേഷ്യോ. ഓക്കെ, അപ്പൊ ആ കാര്യത്തിൽ പുള്ളി ഹാപ്പിയാണ്. ഇപ്പൊ നമ്മളുള്ളത് പുതിയ XEV 90 ഇപ്പൊ വണ്ടി എടുത്തിട്ട് എത്ര ആളായി? വണ്ടി ഞാൻ കയ്യിൽ കിട്ടിയിട്ട് ഏപ്രിലാണ്. ഏപ്രിൽ വിഷുവിന്റെ തലേദിവസമാണ് എനിക്ക് വണ്ടി കൈ കിട്ടുന്നത്. വണ്ടി കിട്ടാൻ കുറെ ശരിക്കും നല്ലൊരു യുദ്ധം നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ വണ്ടി എടുക്കുന്ന പൈസ ഇത് ഇപ്പൊ ഇൻസർ റിലേറ്റഡ് ആയിട്ട് എനിക്കും ഇതുപോലെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം നമുക്ക് വിഷുവിന്റെ തലേന്ന് വണ്ടി കിട്ടിയല്ലേ? അതെ, വിഷുവിന്റെ തലേദിവസം. ഇത് പാക്ക് 3 അല്ലേ? അതെ, പാക്ക് 3 XEV 90 പാക്ക് 3 ഫുൾ ഓപ്ഷൻ ആണ്. ഓൺ റോഡ് എന്ത് റേറ്റ് വന്നിട്ടുണ്ട്? 34.8 ആണ്. 34.8 lakhs. സോ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാഹനമാണ്. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അത്യാവശ്യം ബിസിനസ്സുകാർക്കൊക്കെ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും പറയുന്ന പോലെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ വിലക്ക് ഇപ്പൊ 35 ലക്ഷം കൊടുത്ത് വേറെ ICE വാഹനങ്ങളൊന്നും നോക്കാതെ എന്തുകൊണ്ട് EV ലേക്ക് വരാനുള്ള റീസൺ?
2022 മുതൽ ഞാൻ നെക്സോൺ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ടിയാഗോ ഉപയോഗിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം EV തരുന്ന ഡ്രൈവിംഗ് കംഫർട്ട് അത് IC എന്റെ കയ്യിൽ നിന്ന് കിട്ടും. അതേപോലെ ഞാൻ ഹോണ്ട സിറ്റി ആയിരുന്നു, ഇത് ഉപയോഗിക്കുന്നതിന്റെ മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന ഹോണ്ട സിറ്റി ആയിരുന്നു. ഹോണ്ട സിറ്റി ഇസ് എ ബെസ്റ്റ് വെഹിക്കിൾ. പക്ഷെ ഇത് ഓടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഹോണ്ട സിറ്റി ഓടിക്കുമ്പോൾ ഉള്ള ഡിഫറൻസ് ഹൈ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവിടെ റൈഡിംഗ് കംഫർട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും റൈഡിംഗ് കംഫർട്ട്. ബാക്കിയുള്ളവർ പറയണ പോലെ റണ്ണിംഗ് കോസ്റ്റ് കുറവ്, പെട്രോളിൽ ഒരുപാട് ലാഭിക്കാം എന്നുള്ളതിന് കോസ്റ്റ് കുറവുണ്ട്, പക്ഷെ അതൊരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കാറില്ല. കോസ്റ്റ് കുറവുണ്ട്. പൊതുവെ കാണുന്ന 99% ആളുകൾ ഫസ്റ്റ് പ്രയോറിറ്റി റണ്ണിംഗ് കോസ്റ്റ് ലാഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് EV-യിലേക്ക് മെയിൻ ആയിട്ട് വരാനുള്ള റീസൺ അല്ലെ. ഇനി എന്തുകൊണ്ട് മഹീന്ദ്ര? നമുക്ക് ടാറ്റ ഉണ്ട്, നമുക്ക് BYD ഉണ്ട്, MG ഉണ്ട്, ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. എസ്പെഷ്യലി BYD നമ്മുടെ നാട്ടിലുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡ്സ് ആണ്. ദെൻ എന്തുകൊണ്ട് മഹീന്ദ്ര? ഞാനത് BYD-യുടെ ടെസ്റ്റ് ഡ്രൈവ് ഞാൻ എടുത്തിരുന്നു. ഓക്കെ. ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത ചില ചാലഞ്ചസ്, ഇത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഫേസ് ചെയ്ത ഒരു ചാലഞ്ച് എന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയത്ത് ഞാൻ അത് എടുത്തത്. സോ മുകളിൽ നിന്നുള്ള ഹീറ്റ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു, റൂഫും താഴത്തെ ഹീറ്റ് അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ AC കൂടുതൽ വർക്ക് ചെയ്യുന്നു, അതിന്റെ സൗണ്ടും നമുക്ക് ഫീൽ ചെയ്തിരുന്നു. മേ ബി എനിക്ക് തോന്നുന്നു ഇത് വിൻസറിലുണ്ട്. മേ ബി ചൈനീസ് കണ്ടീഷൻസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം. എനിക്ക് അതൊരു ഫീൽ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. അത് കഴിഞ്ഞിട്ടാണ് മഹീന്ദ്രയുടെ ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തു. ഓക്കെ, എന്തായാലും ഇത് വരുന്നുണ്ടല്ലോ, മഹീന്ദ്രയുടെ ഇത് വരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ആർട്ടിക്കിൾസ് വായിച്ചപ്പോഴും ഇതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. മീൻസ് ഏറ്റവും രസമുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുന്ന ഡേയിൽ രാവിലെ അലാമൊക്കെ വെച്ച് 9 മണിക്ക് ഓപ്പൺ ചെയ്തപ്പോ കയറിയിട്ട് ഓൺലൈനിൽ കയറി ബുക്ക് ചെയ്തായിരുന്നു ഞാൻ. അപ്പൊ ആ ടൈമിൽ ഇതിന്റെ പ്രൈസ് ആക്ച്വലി ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ടായില്ലല്ലോ? ഇല്ല, അനൗൺസ് ചെയ്തു. എന്തായിരുന്നു എക്സ്പെക്ടേഷൻ? പ്രീമിയം ആണ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ BYD ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ മൈലേജിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും BYD-യുടെ ഒക്കെ ആ പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ ആ റേഞ്ചിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഓക്കെ, പിന്നെ അതെന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കണ്ട സമയത്ത് അത് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങളല്ലേ ഞാനും ഒരു പ്രീമിയം വണ്ടി വേണമെന്ന് മോഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഓക്കെ, ഒരു പ്രീമിയത്തിലേക്ക് പോകണം, പ്രീമിയം ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് നോക്കാം എന്ന് വെച്ച് നിന്നായിരുന്നു. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ക്രെറ്റ EV ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ആ വണ്ടി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പക്ഷെ അതിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല വണ്ടിയാണ് കേട്ടോ, എനിക്ക് നല്ല ഫീലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇതിന് ടെസ്റ്റ് ഡ്രൈവ് വന്ന സമയത്ത് പിന്നെ ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതോടുകൂടിയിട്ട് തീരുമാനിച്ചു വേറെ ഒരു രക്ഷയില്ല. വേറെ ഒരു വണ്ടിയും ഇപ്പൊ ഉള്ളതിന്റെ അകത്ത് ആറ്റോ 3 വരെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും അത് അവരെ വേറെ മോഡലും അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്ഡേറ്റഡ് വേർഷൻ വന്നത് ചെയ്തിട്ടില്ലായിരുന്നു. ആറ്റോ 3 ചെയ്തു. ബാക്കി ഒന്നും ഇതിന്റെ അടുത്ത് വരുന്നില്ല. കർവ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സാധനം ഇതിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ് അതിലേക്ക് പോകാനുള്ള കാരണമല്ല. ഇനി ഒരു 35 lakhs ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യണതിനെ കുറിച്ച് ആദ്യം ആലോചിച്ചിരുന്നു? തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു 35 lakhs ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും സേഫ് ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, കാരണം പുറത്തുള്ള ഒരു ബ്രാൻഡ് ഇവൻ നാളെ കെട്ടിപ്പെറുക്കി പോകില്ല എന്നുള്ളതിന് ഒരു ബ്രാൻഡുകളൊക്കെ ഇവരൊന്നും നാളെ തിരിച്ചു പോവില്ല എന്നുള്ളതിന്. ഇപ്പം ഫോർഡ് വന്നു, ഇവിടെ നല്ല വണ്ടികൾ വിറ്റു, അത് കഴിഞ്ഞ് അവര് പെറുക്കി പോയി. അതോടുകൂടിയിട്ട് വണ്ടിക്ക് റീസെയിൽ വാല്യൂ ഇല്ല. എന്റെ അടുത്ത് ഫിഗോ ഉണ്ട്, റീസെയിൽ വാല്യൂ ഇല്ല അതിനകത്ത്. സർവീസ് കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നു. അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വളരെ ചുരുക്കം ആളുകൾ ചിന്തിക്കുന്ന ഒരു പോയിന്റ് ആണ്, എന്നാലും ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് മഹീന്ദ്രയിലേക്ക് തന്നെ. നമുക്ക് എപ്പോഴും നമ്മളുടെ ഒരു ബ്രാൻഡിൽ ഇരിക്കുന്നതിന്റെ ഒരു അതിന്റെ ഒരു പ്രൈഡ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ബ്രാൻഡ് അതിന്റെ അകത്ത് നമുക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ ഒരു ബ്രാൻഡിൽ ഉണ്ടാവുക എന്ന് പറയുന്നതിന്റെ ഇതുണ്ട്, അതിന്റെ ഒരു പ്രൗഡ്നെസ് ഉണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ.
അപ്പൊ അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് മഹീന്ദ്ര XUV9. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് B6 നോക്കാൻ? ഞാൻ B6 ഓക്കെ, ഞാനത് ഞാൻ ജസ്റ്റ് ആ വണ്ടി ചെന്ന് ഡോർ തുറന്നതോടുകൂടി ആദ്യം എന്റെ തലയാണ് മുകളിൽ പോയി അടിച്ചത്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് B6 യാത്ര ചെയ്ത സമയത്ത് ഭയങ്കര ഒരു റിയർ സീറ്റ് ഭയങ്കര ഒരു ക്ലസ്ട്രോഫോബിക് അനുഭവമാണ് എനിക്ക് ഉണ്ടായത് വണ്ടിയിൽ. കാരണം വണ്ടി ഓടിക്കുമ്പോൾ അതൊരു പ്രോപ്പർ ഡ്രൈവേഴ്സ് കാറാണ്, ഒരു റേസിംഗ് കാറിൽ ഇരിക്കുന്ന പോലെയാണ്, ഓടിക്കാനൊക്കെ സൂപ്പർ ആണെങ്കിലും ബാക്കില് ലിറ്ററലി പട്ടിക്കൂട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എക്സാക്ട്ലി, എനിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്തത്. ഡോർ തുറന്നും അതെ, വിൻഡോ ഏരിയ നമുക്ക് തീരെയില്ല, ലെഗ് റൂം സ്പേസ് കാര്യങ്ങളില്ല, തൈ സപ്പോർട്ടൊക്കെ നമുക്ക് സഹിക്കും. ഈ വിൻഡോ ഏരിയ അല്ലാതെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പയ്യെ ഞാൻ വേർക്കാനൊക്കെ തുടങ്ങി, തലകറക്കൊക്കെ വരാനൊക്കെ തുടങ്ങി. എനിക്ക് അത്രയും മോശം അനുഭവം ഇതുവരെ നെക്സോണിൽ കയറിയിട്ടില്ല, എനിക്ക് ബാക്ക് സൈഡിൽ ഉണ്ടായിട്ടില്ല. എക്സാക്ട്ലി സെയിം അനുഭവമാണ്. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു അതിന്റെ അകത്തുണ്ടായിരുന്നത്. അതോടുകൂടി തന്നെ പിന്നെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് പോലും എടുത്തില്ല സാധനം. നമുക്ക് അതിന്റെ അകത്ത് കയറുന്ന സമയത്തും കംഫർട്ട് അല്ലെങ്കിൽ പിന്നെ അതിന് പിന്നാലെ പോയിട്ട് കാര്യമില്ല. ഫ്രണ്ടിലിരിക്കുന്നവർക്ക് ഓക്കെയാണ്, പക്ഷെ ബാക്ക് ഭയങ്കര ഷോക്കാണ്. ഇത് ശരിക്കും പറയാം യങ്സ്റ്റേഴ്സിന് റൈഡിങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് ഓക്കെ. എന്റെ ഒരു ഏജിലേക്ക് വരുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഫാസ്റ്റ് ഡ്രൈവിംഗും അതുകൊണ്ടൊന്നും ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയതോടുകൂടി തന്നെ പിന്നെ ഫാമിലി ഉണ്ടാവും. അപ്പം അതിന്റെ ഒരു ഇത് പിന്നെ വെച്ചാൽ എനിക്ക് വലിയൊരു പ്രശ്നം വെച്ചാൽ ആ വണ്ടിക്കകത്ത് എന്റെ മക്കളെ കയറ്റിയാൽ വോമിറ്റിംഗ് ടെൻഡൻസി 100% ഉറപ്പാണ്. എനിക്ക് ഇതിന് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ വെൻഡോ ഉപയോഗിച്ചിരുന്നു. സമയത്ത് എന്റെ കുട്ടികൾ കാർ കയറില്ല, ഒരുപോലെ ബസ്സിന് പോവാം. കാര്യം അതിന്റെ അകത്ത് കയറിയ ഇതാണ് പ്രശ്നം, ബാക്കിൽ കയറിയ അവർക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയാണ്. പക്ഷെ ബെസ്റ്റ് വണ്ടി ഡ്രൈവ് ചെയ്യാൻ നല്ല കംഫർട്ട് എല്ലാം കറക്റ്റ്. എക്സാക്ട്ലി എന്റെ തോട്ട്സ് തന്നെയാണ്. വണ്ടി നല്ലതാണ് ആസ് എ ഡ്രൈവേഴ്സ് കാർ, ബട്ട് രണ്ടുപേർക്ക് യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ട് കുഞ്ഞു കുട്ടികൾക്ക് ബാക്കിലിരിക്കാം, വലിയ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുമ്പോൾ വളരെ വളരെ കുറവാണ് ഒരു ഇന്ത്യൻ ഫാമിലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അതേസമയം നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം നമ്മുടെ വിൻസറിലുള്ളതും സിമിലർ സ്പേസിങ് നമ്മുടെ വണ്ടിക്കകത്ത് ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട്. 4.7 മീറ്റർ ഇല്ലേ, അത്യാവശ്യം നല്ല വലിയ വണ്ടിയാണ്. നമുക്ക് റോഡിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കാര്യം, ഇപ്പം എന്റെ അമ്മയെ കയറി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇരിക്കാൻ നല്ല കംഫർട്ടാണ്. കാരണം ഹൈറ്റ് ഉള്ളത് കൊണ്ടും കാലൊക്കെ ഇതാക്കി വെച്ചിരിക്കാനും. മറ്റേത് വന്ന് കയറി കഴിഞ്ഞാൽ കുറച്ചു ദൂരം ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ കാല് വേദനിക്കുന്നു. ഇതാ ഹൈറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് കംഫർട്ട്, കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതിന് ചെറിയൊരു ഹൈറ്റ് വെച്ചിട്ട്, എക്സ്ട്രാ ഹൈറ്റ് വെച്ചിട്ടാണ് കയറുന്നത്. പക്ഷെ കയറി കഴിഞ്ഞ് ട്രാവൽ ചെയ്യാൻ സുഖമാണ് അല്ലേ. ഇപ്പം എന്റെ സിറ്റിക്കകത്ത് അമ്മ കയറി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മ പറയും, എനിക്ക് വയ്യ, എന്റെ കാല് വേദനിച്ചിട്ട് വയ്യ, നീ വണ്ടി ഒന്ന് നിർത്തുമെന്ന് പറയും. ഇതിൽ കയറുമ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല, വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഡൈമെൻഷൻ കാരണം പാർക്കിംഗ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാറുണ്ടോ? അത് ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന്റെ അകത്ത്. 4.7 മീറ്റർ എന്ന് പറയുമ്പോൾ മോർ ദാൻ ഇന്നോവയാണ്. അതെ, അപ്പൊ അത് ടൗണുകളിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത്, അതേപോലെ പാർക്കിംഗ് സ്പേസിൽ നമ്മൾ പോകുമ്പോഴും നമ്മൾ ഇറങ്ങിയിട്ട് ഒന്നും കൂടി നോക്കണം, നമ്മൾ കറക്റ്റ് ആണോ, മുന്നിലേക്ക് തള്ളി നിൽക്കുന്നില്ലല്ലോ, നമ്മളൊന്നും കൂടി കൺഫേം. ഓട്ടോ പാർക്ക് ഫീച്ചർ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഓട്ടോ പാർക്ക് ഫീച്ചറും കാര്യങ്ങളുണ്ട്, പക്ഷെ അത് അത്ര നമുക്ക് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം അതിന് മാത്രം അത് സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗിൽ അത് ഉപയോഗിക്കാം. നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള പ്രോപ്പർ അവിടെ നമുക്കത് ഉപയോഗിക്കാം. ഇപ്പൊ വണ്ടിയുടെ വലിപ്പം, സ്വാഭാവികമായിട്ട് വണ്ടിയുടെ വലിപ്പം കൂടുമ്പോൾ നമുക്ക് പാർക്കിംഗ് ഒക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരും. അത് അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതെ, നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, സസ്പെൻഷൻ എങ്ങനെയാണ്? ഇപ്പൊ നല്ല കംഫർട്ട് ആയിട്ടുള്ള, പുറത്ത് നടക്കുന്ന, നമ്മുടെ ഇപ്പൊ ഈ കുണ്ടും കുഴികളും ഈ റോഡിലൂടെ പോകുമ്പോഴും ഇതൊന്നും നമുക്ക് ഉള്ളിലേക്ക് കിട്ടുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് ഫീൽ ചെയ്ത് പല കുഴികളും നമ്മൾ കയറി ഇറങ്ങി, പക്ഷെ ആ ഒരു ഇതൊന്നുമില്ല, വളരെ കംഫർട്ടബിൾ ആയിട്ട്. കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെ വിൻസറിന്റെ ഡബിൾ കോസ്റ്റ് ഉള്ള വണ്ടിയാണ്. ബട്ട് സ്റ്റിൽ നല്ല സ്മൂത്തർ ആയിട്ടുള്ള സസ്പെൻഷൻ ആണ്. അത്രയും മോശം കുഴി വരുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ഫീൽ ചെയ്യുന്നുള്ളൂ. ഡ്രൈവ് കംഫർട്ട് ഒക്കെ എങ്ങനെ? ബെസ്റ്റ്. ഞാൻ ഒറ്റ സ്ട്രെച്ചിലാണ് ബാംഗ്ലൂർ വരെ ഡ്രൈവ് ചെയ്തത്. ഇവിടുന്ന് വിട്ടിട്ട് ഒരു രസമായിട്ടുള്ള ഡ്രൈവിംഗ്. ശരി, ഒറ്റ സ്ട്രെച്ചിലാണ്. ആകെ ഇടയിലൊരു 15 മിനിറ്റ് ഒരു ടോയ്ലറ്റ് പോകാൻ വേണ്ടി നിർത്തിയ സമയത്ത് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ബാംഗ്ലൂർ സിറ്റിക്കകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും ചാർജർ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടൊരു 15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ചാർജറിൽ ഇട്ടു.
എന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂർ വരെ എനിക്ക്. അപ്പൊ യാതൊരു രീതിയിലുള്ള മടുപ്പോ അല്ലെങ്കിൽ ബാക്ക് പെയിനോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല അല്ലെ? പൊതുവെ വളരെ കാമായിട്ടുള്ള ഡ്രൈവർ അല്ലേ? എന്ത് സ്പീഡിലാണ് ഡ്രൈവ് ചെയ്യാറ്? ഞാനൊരു 80-90 മാക്സിമം ഹൈവേസിൽ. അപ്പൊ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് കമ്പനി 600+ ആണ് നമുക്ക് റേഞ്ച് പറയുന്നത്. ഇൻ റിയൽ ലൈഫ് നമുക്ക് എത്ര എക്സ്പെക്ട് ചെയ്യാം? ഞാൻ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ ബാംഗ്ലൂരിൽ പോയത്. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടപ്പോ ഒരു 480 വരെ എനിക്ക് അതിന്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. പ്യൂർലി ഹൈവേ റൈഡ് ആണോ? അല്ല, നമുക്ക് ഇവിടുന്ന് പോകുമ്പോ എല്ലാം വരുന്നുണ്ട്. പിന്നെ ചുരം കയറുന്നുണ്ടല്ലോ, നാടുകാണി ചുരം ഞാൻ കയറിയല്ലോ. അപ്പൊ ഏറെക്കുറെ എല്ലാരും പറയുന്ന പോലെ ഒരു 500 എങ്ങനെ വന്നാലും നമുക്ക് കിട്ടും. ഷുവർ ആണോ അല്ലെ? പ്യൂർലി ഹൈവേ ആണെങ്കിൽ മേ ബി അതിന് മേലേക്ക് പോകുമായിരിക്കും. പിന്നെ ഇത് ഒരു ചോദിക്കേണ്ട ആവശ്യമില്ല, പെർഫോമൻസ് എങ്ങനെയുണ്ട്? എന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ ഇത്രയും പെർഫോം ചെയ്തൊരു വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ ഉപയോഗിച്ച വണ്ടികൾ നോക്കുന്ന സമയത്ത് ഇത്രയും കംഫർട്ട് ആയിട്ടും ആ കൊടുക്കുന്ന വാല്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ഫീച്ചേഴ്സ് സകലതും ഒക്കെ കൂടെ ആയിട്ട് ഒരു IC വാഹനം വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും 50 ലക്ഷത്തിനടുത്ത് വില വരും. 50 ലക്ഷത്തിനടുത്ത് വില വരും. അതെ, നമുക്ക് ഇതില് എനിക്ക് തോന്നുന്നു 10-16 സ്പീക്കർ, സബ്വൂഫർ, മക്കള് കയറി കഴിഞ്ഞാൽ അവര് ഇതിന്റെ അകത്ത് സിനിമ ഇടുന്നുണ്ട്. വീട്ടിൽ കാണുന്നതിനേക്കാൾ സുഖം ആമസോണിലൊക്കെ സിനിമ ഇതിനകത്ത് കാണുകയാണെന്ന് പറയും. ശരി. മൊത്തത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് നമ്മള് ബ്രോഷർ തന്നെ ഡൗൺലോഡ് ചെയ്ത് നോക്കണായിരിക്കും നല്ല. അത്രയും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. 35 lakhs വന്നിട്ട് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് അത്രയും കാര്യങ്ങൾ ഉണ്ടാവും. പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നൈസ് ആണല്ലേ? ഓക്കെ. സോ ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പോസിറ്റീവ്സ് ആയിട്ട് വരുന്ന വണ്ടിയുടെ? ഒന്നാമത്തെ സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് വരെ ക്ലിയർ ആയിട്ടുള്ള വിസിബിലിറ്റി ഉണ്ട്. ഓക്കെ. 2 സൗണ്ട്, നല്ല സൗണ്ട് ക്ലാരിറ്റി. പിന്നെ അതുപോലെ നമുക്ക് കോൾസ് കാര്യങ്ങൾ ചെയ്യാൻ, അതുപോലെ വീഡിയോ കോൾ ചെയ്യുന്ന ഫെസിലിറ്റി. ഇതില് ക്യാമറയുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റി. അപ്പൊ അത് നമ്മള് വീഡിയോ കോളിംഗുള്ള ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും ഈ ക്യാമറയിലൂടെ. അത് ശരി, അതൊക്കെ കൊള്ളാം, സംഭവം അടിപൊളി. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്ലസ് ആയിട്ട് ഫീൽ ചെയ്തത്. ഐ മീൻ ഈ പറയുന്ന ഫീച്ചേഴ്സ്, റേഞ്ച് കാര്യങ്ങളൊക്കെ കൂടാതെ മെയിൻ ആയിട്ടുള്ളത് റൈഡ് കംഫർട്ട് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അല്ലേ? മൊത്തത്തില് സാറ്റിസ്ഫൈഡ് ആണോ സോഫാർ? വണ്ടിയെ സംബന്ധിച്ചോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. ഓക്കെ. ഇനി നമുക്ക് നെഗറ്റീവ്സിലേക്ക് വരാം. പോരായ്മകളായിട്ട് ഇപ്പൊ എന്ത് വണ്ടി എടുത്താലും അതിന് അതിൻ്റെതായ ഒരു പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ നമുക്ക് പൊതുവെ തോന്നിയേക്കുന്ന പോരായ്മകൾ എന്തൊക്കെയാ, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങൾ? ഒന്നാമത് ചെറിയ ലാഗ് ഉണ്ട്. ഡിസ്പ്ലേയിൽ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേ എല്ലാം വരുന്ന ചെറിയൊരു ലാഗ് ഉണ്ട്. അത് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും. അപ്പൊ അത് അപ്ഡേഷനിൽ റെഡി ആവും എന്ന് പറഞ്ഞ കാര്യം. അതേപോലെ തന്നെ നമുക്ക് ഡിക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് നമ്മൾ തുറക്കുന്ന സമയത്തും ചെറിയൊരു ലാഗ് ഉണ്ട്. ഈ ലാഗ് വരുമ്പോ നമുക്കുള്ള ഇഷ്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിയർ വ്യൂ ക്യാമറയൊക്കെ വരാനായിട്ട് ടൈം എടുക്കും. റിയർ ക്യാമറ വരാനുള്ള സമയം എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാരണം ഈ ലാഗ് നമ്മൾ വണ്ടി സ്റ്റാർട്ടി കുറച്ച് മൂവ് ചെയ്തതിനു ശേഷമാണ് ഇതിലൊരു അനൗൺസ്മെന്റും കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ സേഫ്റ്റി ഇതിനെ കുറിച്ച്. അപ്പൊ വണ്ടി കുറച്ച് മൂവ് ചെയ്തതിനു ശേഷമാണ് ഇതെല്ലാം വരിക. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് വല്ല കോളൊക്കെ വരികയാണെങ്കിൽ അത് ഡിസ്റ്റർബ്ഡ് ആയി. അത് നമുക്ക് മെച്ചപ്പെടുത്താന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉള്ളൂ. പിന്നെ വേറെന്താണ്? പിന്നെ അതിന്റെ അകത്തുള്ളത് നമുക്ക് പിന്നെ കീ ഇത് വെച്ചിട്ട് വണ്ടി നമുക്ക് ടൈറ്റായി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ നമുക്ക് ഡോർ തുറക്കാൻ പറ്റുന്നില്ല. നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടു, ഡോർ തുറക്കാൻ പറ്റുന്ന നമുക്ക് കീയിൽ വണ്ടീനെ പുറത്തേക്ക് എടുക്കാം, പുറത്തേക്ക് മുന്നേക്ക് എടുക്കാവുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അതും കുറച്ച് സ്ലോ ആണ്, കുറച്ച് കൂടുതൽ സമയം എടുക്കും. അത് ആക്റ്റീവായി നമുക്കത് മൂവ് ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഇതുപോലെ ഒന്നിനാണ് വണ്ടിയുടെ ടെക്നിക്കലി സംബന്ധിച്ചാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. കാരണം കുറച്ച് നമ്മൾ ഗെറ്റ് യൂസ് ടു ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതല്ലാതെ മേജർ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ, ഐ മീൻ ബ്രേക്ക് ഡൗൺസ്, ഫാസ്റ്റ് ചാർജിങ് ഇഷ്യൂ, അങ്ങനെ ഒന്നും ഇതുവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സ്കാൻ ചെയ്യുന്നതോടെ തന്നെ ചാർജിങ് സ്റ്റാർട്ട് പക്കയാണ്, അതിലൊന്നും ഇഷ്യൂ ഇല്ല. എത്ര വാട്ടാണ് ചാർജിങ് പറയുന്നത് പീക്ക്? 180 അങ്ങനെ എന്താണ് പറയുന്നത്, പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. മാക്സിമം എത്ര വരെയുള്ള മെഷീനിൽ കുത്തിയിട്ടുണ്ട്? 120 വരെ ചെയ്തു. ബാംഗ്ലൂർ പോയ സമയത്ത് 120 വരെ മെഷീനിൽ. അപ്പൊ ചോദിച്ച് വന്ന സ്ഥിതിക്ക് ചാർജിങ് ടൈം എങ്ങനെയാണ്, വീട്ടിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? വീട്ടിലിപ്പോ ഞാൻ നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ഫുൾ DC ചാർജിങ് ആണ്, DC ചാർജിങ് നമ്മുടെ ഇതിനകത്താണ്. കാരണം എനിക്ക് AC ചാർജർ ഒരു കണക്ട് ചെയ്ത് തരാൻ കുറച്ച് കൂടുതൽ സമയമെടുത്തു.
സമയം എടുത്തു അല്ലേ? എന്നാലും നമ്മള് എനിക്ക് ആകെ 2 AC ചാർജിങ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നാലും നമ്മൾ വീട്ടിൽ AC ചാർജിങ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് 7 കിലോവാട്ട് ആണോ 11 കിലോവാട്ട് ആണ്? 3 ഫേസ് എന്തായാലും നിർബന്ധമാണ്. എത്ര ടൈം ഏകദേശം നമുക്ക് എനിക്ക് അത് ഒരു 25% ഇരിക്കുമ്പോൾ ഞാൻ AC ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്രോക്സിമേറ്റ്ലി 6 hours കണ്ടെടുത്തു. 6 hours കൊണ്ട് ഫുൾ ചാർജ് ആയി. 11 കിലോവാട്ട് ആയതുകൊണ്ടായിരിക്കും. അതെ, 11 കിലോവാട്ട് ആയതുകൊണ്ടായിരിക്കും. DC ചാർജിങ് പൊതുവെ എന്താ ടൈം? DC ചാർജിങ് ഇപ്പോൾ 30 കിലോവാട്ടിൽ വരുമ്പോൾ 1.25 മണിക്കൂർ 2 മണിക്കൂർ 1.25 മണിക്കൂർ എന്തായാലും എടുക്കുന്നുണ്ട്. 1.25 മണിക്കൂർ 30 കിലോവാട്ടിന്റെ മെഷീനിലായതുകൊണ്ട്. ഓക്കെ, 30 കിലോവാട്ടിന്റെ മെഷീനിൽ. അല്ലാത്ത മെഷീനിൽ കുറെ കൂടെ ഫാസ്റ്റ് ആയിരിക്കും അല്ലേ? ഞാനിതിനും ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ പോയ സമയത്തും ഞാൻ ചാർജിങ് ചെയ്തപ്പോഴും അത് 120-ലാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യമാണ് ഇപ്പം അതിൽ ചെയ്തത്. അങ്ങോട്ട് പോകുമ്പോൾ അധികം സമയം ചെയ്തില്ല. തിരിച്ചു പോരുന്ന സമയത്ത് ഞാൻ ഹാർഡ്ലി 1 hour കൊണ്ടാണ് 92-95% അങ്ങോട്ട് ചെയ്തിട്ട്. ഇപ്പൊ നമ്മള് 2 മാസം കൊണ്ട് ഏകദേശം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? 8,000 ആയി 2 മാസം കൊണ്ട്. അപ്പൊ ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടും? അങ്ങനെ ഡേ വൈസ് അല്ല, എന്നാലും ഒരു ആവറേജ് ഒരു 100 കിലോമീറ്റേഴ്സ് ഓടും. എന്റെ ചില ദിവസം ഒന്നും ഓടാറില്ല, പക്ഷെ പോകുന്ന ദിവസങ്ങളിൽ ചിലപ്പോ ഒന്നിച്ച് പോകും. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന പറഞ്ഞല്ല, എത്ര ഓഫൺ നമ്മൾ ചാർജ് ചെയ്യാറുണ്ട് എന്നുള്ള അറിയാനായിരുന്നു. വീക്കിലി ടോയ്സ് എന്തായാലും ചെയ്യുന്നുണ്ട്. വീക്കിലി ട്വൈസ് once or twice. ഇപ്പോൾ B6 അല്ല XUV9 വാങ്ങാനായിട്ട് ആരെങ്കിലും ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ, റെക്കമെൻഡ് ചെയ്യോ? ഞാൻ വണ്ടി റെക്കമെൻഡ് ചെയ്യും. ഇപ്പം ഇവിടെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കുള്ള ഒരു ചാലഞ്ച് ശരിക്കും സർവീസ് സെന്റർ ആണ്. അതാണ് പറഞ്ഞത്, വണ്ടിയില് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത്. വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. ചാലഞ്ച് ഉള്ളത് സർവീസ് സെന്റർ ആണ്. ഇറാമോട്ടോ ഇവിടെ നമുക്ക് കാലിക്കറ്റ് ഇറാമോട്ടോസ് മാത്രമാണ് മലപ്പുറത്ത് സർവീസ് ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇറാമിന് ആദ്യം മുതലേ ഞാൻ ബുക്ക് ചെയ്തത് മുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് റെസ്പോൺസ് പ്രോപ്പർ അല്ല. നമ്മളൊരു മെയിൽ അയച്ചാൽ മറുപടി കിട്ടില്ല. വിളിച്ചു കഴിഞ്ഞാലും ഒരു റിപ്ലൈ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ടൈം ഫിക്സ് ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് സർവീസിന് ചെന്നാൽ പോലും അവിടെ 2 പ്രാവശ്യം ഞാൻ ചെന്നപ്പോഴും എനിക്കുണ്ടായത് അവിടെ ടൈം ഒരു 1.5 മണിക്കൂർ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വന്നല്ലേ? ഏറെക്കുറെ വണ്ടികളുടെയൊക്കെ സർവീസ് ഇതൊക്കെ തന്നെയാണ് അവസ്ഥകള്. അത് തന്നെയാണ് ഇവിടെ അല്ലേ? അത് തന്നെയാണ് അവസ്ഥ. ഇപ്പൊ എത്ര സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവും ഇതില്? ഫസ്റ്റ് സർവീസ് 1000 കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് സർവീസ് 10,000-ലാണ് പറഞ്ഞിട്ടുള്ളത്. അതായിട്ടില്ല. ഫസ്റ്റ് സർവീസ് ഫ്രീ ആയിരുന്നു. ഫസ്റ്റ് സർവീസ് ഫ്രീ ആയിരുന്നു. എത്ര സർവീസസ് ഫ്രീ ഉണ്ട്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല, അതൊന്നും ഐഡിയ ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത് 10,000 കഴിഞ്ഞാൽ പിന്നെ ഓരോ 10,000 ആണെന്നാണ് എന്റെ അറിവ്. ഒന്ന് കൺഫേം ചെയ്യണം. ഇതിൽ വേറൊരു പ്രശ്നം അതാണ്. കാരണം ഇതിനെ കുറിച്ച് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഇവർക്ക് നമുക്ക് പറഞ്ഞുതരാനില്ല. വണ്ടി ഒരു ഡെലിവറി എന്നതല്ലാതെ ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് ചില കാര്യങ്ങളല്ലാതെ നമ്മൾ സ്വന്തം ഇരുന്ന് പഠിക്കണം. ഇത് ഏറെക്കുറെ എല്ലാ ബ്രാൻഡുകളും MG എടുത്താലും ടാറ്റ എടുത്താലൊക്കെ ഇത് തന്നെ അവസ്ഥ. നമ്മൾ സ്വയം പഠിക്കണം. ട്രെയിനിങ് പ്രോപ്പർ അല്ല ഈ സെയിൽസ് ആൻഡ് സർവീസ് എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസർ മാനുവൽ എടുത്ത് കുത്തിയിരുന്ന് പഠിക്കേണ്ട അവസ്ഥ ആണ് അല്ലേ? അപ്പൊ അതാണ് സർവീസിന്റെ കാര്യങ്ങൾ. സർവീസ് അടുത്തത് അപ്പോൾ 10,000 നമുക്ക് സർവീസ് കാര്യങ്ങൾ. MG ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണ് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി. അതിനുശേഷം മഹീന്ദ്ര, ഇപ്പോൾ ടാറ്റയും അതിന്റെ പുറകെ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ മഹീന്ദ്ര വാറണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നോക്കിയായിരുന്നു? ഇല്ല, കാരണം ഇതിൽ നമുക്ക് പേപ്പർ ആയിട്ടൊന്നും വരില്ല, എല്ലാം ഓൺലൈൻ ആണ് എന്നാണ് പറഞ്ഞത്. ഇത് ലൈഫ് ടൈം വാറണ്ടി ആണ് എന്നും വേറെ ക്ലോസുകൾ ഇല്ല എന്നുമാണ്. 15 years വാറണ്ടി തന്നെ. അതെ, 15 years വാറണ്ടി തന്നെ. വണ്ടി നമ്മൾ വിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 10 years 2 lakh kilometer അങ്ങനെ എന്തോ ആണ് സെക്കൻഡ് ഓണർക്ക് വരുന്നത് അല്ലേ? അതിനും സെക്കൻഡ് ഓണർക്കാണെങ്കിലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനാണെങ്കിലും അങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. ആദ്യം അവർ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇതിലായിരുന്നു നമ്മൾ കമ്പനി ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ആക്കുമ്പോ നമുക്ക്. അതെ, പിന്നെ അതില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് എന്റേത് കമ്പനിയുടെ പേരിലാണ്. അപ്പോ വേറെ ക്ലോസസ് ഒന്നും ഇല്ല? അതായത് നമ്മുടെ MG പറഞ്ഞിരിക്കുന്ന പോലെ 4 ഫാസ്റ്റ് ചാർജിങ് കഴിഞ്ഞാൽ ഒരു സ്ലോ ചാർജിങ് ചെയ്യണം, അങ്ങനെയുള്ള ക്ലോസുകളൊന്നും ഇതേവരെ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അറിയില്ല ഇനി ഉണ്ടോ ഇല്ല. എവിടെയെങ്കിലും ചാലഞ്ച് ഉണ്ട് എന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം ഞാനും ഗോവിന്ദുമായിട്ട് ഇതുപോലൊരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും അങ്ങനെ മാൻഡേറ്ററി ആയിട്ടൊരു ക്ലോസോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ല വണ്ടിയുടെ കേസിൽ. പിന്നെ BYD-യുടെ ഒക്കെ ബാറ്ററി സെൽസ് ഒക്കെ തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര വേണേലും നമ്മൾ ചാർജ് ചെയ്താലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ആകെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ എത്രത്തോളം ലൈഫ് ഉണ്ടായിരുന്നു,
ഹെൽത്ത് ഉണ്ടായിരുന്നു. സിമിലർ ഹെൽത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളൊരു ബാറ്ററി ബാക്ക് ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് ഒരിക്കലും ഒരു 100%, നമ്മളിപ്പോൾ 90 ആയാലും നമുക്ക് ഒരിക്കലും ഒരു 100ന്റെ ബാറ്ററി ബാക്ക് എക്സ്പെക്ട് ചെയ്യണ്ട. മേ ബി ഒരു 90, അല്ലെങ്കിൽ എന്തായാലും അതിന് മേലേക്ക് ഒരു 91, 95 അങ്ങനെയൊക്കെ ആയിരിക്കണം. എന്നാലും BYDയുടെ ആയതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും വരേണ്ടതല്ല. ഏതെങ്കിലും ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. അവരുടെ സർവീസിന്റെ മാനേജർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ തന്നു, ഒരു ഗ്രൂപ്പ് ഒക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ ഞാൻ എന്റെ വിൻസറിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യുന്നില്ലെങ്കിലും മറ്റു പലരും അവരുടേതായ രീതിയിൽ ഇപ്പൊ DC ഫാസ്റ്റ് ചാർജിങ് ഇഷ്യൂ അങ്ങനത്തെ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഇവരെന്റെ അടുത്ത് പറഞ്ഞിരുന്നു, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ ഞങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അറിയുന്ന ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾ ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്യുന്നു എന്നൊക്കെ അവരുടെ സർവീസ് മാനേജർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വണ്ടിക്ക് 100ൽ സ്കോർ കൊടുക്കുകയാണെങ്കിൽ വണ്ടിക്ക് മാത്രമായിട്ട് എത്ര സ്കോർ കൊടുക്കും? വണ്ടിക്ക് മാത്രമാണ് ഞാൻ 98 കൊടുക്കും. 2% പോവാൻ കാരണം ഇങ്ങനെയുള്ള ചെറിയ സോഫ്റ്റ്വെയർ റിലേറ്റഡ് റെഡി ആക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അല്ല, വണ്ടി പ്ലസ് സർവീസ് ആണെങ്കിൽ നമ്മൾ 100ൽ എത്ര കൊടുക്കാൻ പറ്റും? വണ്ടി പ്ലസ് സർവീസ് ആണെങ്കിൽ ഒരു 95. എന്തായാലും സർവീസ് മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഈ അടുത്ത് വീഡിയോ കണ്ടു കാണുമല്ലോ, നമ്മുടെ എറണാകുളത്ത് വയലാട്ടിന്റെ ഒരു വീഡിയോ. അത് വെച്ച് നോക്കുമ്പോൾ ഇറാം മോട്ടോഴ്സ് ബെറ്റർ ആണ്. നമ്മളോട് പെരുമാറ്റമൊക്കെ വളരെ ഡിപ്ലോമാറ്റിക് ആണ്. ഒരു പെരുമാറ്റവും കാര്യങ്ങളൊന്നും നമുക്ക് അതിന്റെ അകത്തൊന്നും പറയാനില്ല. പക്ഷെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് സ്ലോ ആണ്. പൊതുവെ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും അത് എല്ലാ കമ്പനികളും മെച്ചപ്പെടുത്തുന്നത്. നമ്മൾ 35 ലക്ഷം കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്. ഇതില് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള പലരും ഡെലിവറിക്ക് പോലും കാത്തുകെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ. എനിക്ക് തോന്നി നമ്മളന്ന് സംസാരിച്ചായിരുന്നല്ലോ, വണ്ടി കിട്ടിയിട്ടില്ല, അതിങ്ങനെ വലിഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതിനകത്ത് എല്ലാവരെയും മഹേന്ദ്രയ്ക്കും എല്ലാവരെയും ഇതാക്കി അവരുടെ സ്റ്റേറ്റിലെ സെയിൽസ് ഹെഡിനെ വരെ വിളിച്ച് നമുക്ക് എന്റെ കൺസേൺ അല്ലേ എന്ന് തരും എന്ന് ഒരു വ്യക്തമായിട്ടുള്ളൊരു മറുപടി അവരെ ഭാഗത്ത് കിട്ടുന്നില്ല. നമ്മൾ മെയിൽ അയച്ചാലില്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല. കസ്റ്റമർ സർവീസിൽ വിളിച്ചാൽ പിന്നെ ബുക്കിംഗ് സർവീസിൽ വിളിക്കാൻ പറയും, ബുക്കിംഗ് സർവീസിൽ വിളിച്ചാൽ കസ്റ്റമർ സർവീസിൽ വിളിക്കാൻ പറയും. ഇങ്ങനെയുള്ള അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതെല്ലാം അവരെല്ലാവരും മെച്ചപ്പെടുത്തും പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ഡെലിവറി എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായി കാണുമെങ്കിലും വണ്ടി വൺസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ നമ്മളെ മറക്കും. അത് എന്റെ കേസിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. വണ്ടി എടുക്കണതിനെ കുറിച്ച് ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും XEV90 ധൈര്യമായിട്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എടുത്തോളാനേ ഞാൻ പറയും. ശരി. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഈ നമുക്ക് ടെയിൽ ഗേറ്റ് എല്ലാം പവേർഡ് അല്ലേ? എല്ലാം പവേർഡ് ആണ്. സീറ്റ്സ് ബാക്കിൽ എനിക്ക് തോന്നുന്നു റിക്ലൈനിങ് ആണ്. വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ടാവും. ബാക്കിൽ വെന്റിലേറ്റഡ് അല്ല, ബാക്കിലല്ല, ഫ്രണ്ടില്. അപ്പൊ ആ ഒരു സീറ്റാണ് പവേർഡ് വരുന്നത് അല്ലേ? ഓ, പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. വേറെ എന്തൊക്കെയാണ് ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒന്ന് വെന്റിലേറ്റഡ് സീറ്റ്. പക്ഷെ ഇന്ന് വെന്റിലേറ്റഡ് സീറ്റ് എല്ലാ ഒരുപാട് ചെറിയ മോഡലിലേക്ക് വരെ എത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കണമെന്ന് തോന്നിയത് സേഫ്റ്റി പെർസ്പെക്റ്റീവിൽ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ADAS പെർഫോമൻസ് എങ്ങനെയുണ്ട്? ADAS പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ശരിക്കും. അതെ. കാരണം ഞാൻ പറയാം വേറൊന്നുമില്ല, ഇപ്പൊ ഈ പറയുന്ന പോലെ ADAS എന്ത് സാധനമാണെങ്കിലും അത് നല്ല കാര്യത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്താണെങ്കിലും നമ്മുടെ നാട്ടില് സഡൻ ബ്രേക്ക് വണ്ടികൾ ഇടുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ പോയിട്ട് ഫോർവേഡ് കൊളിഷൻ ചവിട്ടുന്ന ഒരു ഇതുണ്ട്, വണ്ടി CD ചവിട്ടും. അതെപ്പോഴേലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? ഉണ്ട്. അത് ശരിക്കും അതിന് പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് പറ്റിയിട്ടില്ല. കാരണം നമ്മളിത് ഓൾറെഡി നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു, പ്ലസ് സിസ്റ്റം കൂടി ആവുമ്പോഴത്തേക്ക് ഇതിനെ കുത്തി നിൽക്കുന്ന പോലെ. പുറകിലെ വണ്ടികൾ വന്ന് ഇടിച്ചതായിട്ട് വിൻസറിന്റെ കുറെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പൊ അത് ഒരു സേഫ്റ്റി പെർസ്പെക്റ്റീവില് നമ്മൾ നല്ലതാണെങ്കിലും നമ്മുടെ നാട്ടില് അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. ബാക്കി മാത്രമല്ല, ബാക്കിലിരിക്കുന്ന നമുക്ക് പിന്നെയും കുറച്ചുകൂടി കിട്ടും. പക്ഷെ ബാക്കിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ പറയേ വേണ്ട. പിന്നെ അവർക്ക് പേടി തോന്നുന്നു. അതെ, അവരുടെ നമ്മുടെ ഹാർട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇതായി പോകും. നമ്മുടെ ചങ്ക് ഇങ്ങനെ ഭയങ്കര ഇടിപ്പായിരിക്കും. അതാണ് അവർ പേടിച്ചു പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. അതല്ലാതെ പിന്നെ ADAS നമ്മുടെ ബാക്കിയെല്ലാം നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ അതുപോലെ തന്നെ അല്ലാണ്ട് അതില് ക്രൂയിസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, യൂസ് ചെയ്തിട്ടില്ല അല്ലെ. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഒക്കെ ഇട്ടായി ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ വണ്ടി തന്നെ ഫ്രണ്ടിലെ വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് ഓടിക്കോളും. എനിക്ക് അതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഹൈവേ കയറിയ ശേഷം ഞാൻ ഓർത്തത്. അപ്പൊ പഠിക്കാനൊരു സമയം കിട്ടാത്തത് കൊണ്ട് അടുത്ത ട്രിപ്പിലേക്ക് പ്ലാൻ ചെയ്യാന്ന് വെച്ച് വിട്ടതായിരുന്നു. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുണ്ട്. എനിക്ക് സംബന്ധിച്ച് വേറൊരു ഗുണം കിട്ടിയെന്ന് കണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഡിസ്പ്ലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ സൈഡിലെ മിറർ ഡിസ്പ്ലേയിൽ കാണും. മിററിലേക്ക് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിലും
നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും നമ്മൾ മിററിൽ. അതെല്ലാം ശരി, ഞാൻ പറയാറില്ലേ ADAS നമ്മുടെ നാട്ടിൽ പലർക്കും പണി കിട്ടുന്നുണ്ടെങ്കിലും വളരെ വളരെ സേഫ് ആയിട്ടുള്ള സേഫ്റ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള. നമ്മുടെ ഇവിടെ ലെഫ്റ്റ് സൈഡിലൂടെ ബൈക്കുകാർ കയറി വരുന്നതിനൊരു ക്ഷാമമില്ല. ബൈക്കുകാര്, ഓട്ടോക്കാര്, ബസ്സുകാര് എല്ലാവരും ഉണ്ട്. ബൈക്കിന്റെ മിററിൽ ചിലപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഭയങ്കര അടിപൊളി ഒരു ഫീച്ചറാണ്. അതൊക്കെ എല്ലാ വണ്ടികളിലും ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചർ വരേണ്ട സാധനങ്ങളാണ്. നമുക്ക് ഇവിടെ ഒരു ഡ്രൈവിംഗ് ഹാബിറ്റ് ഇല്ലല്ലോ. നമുക്ക് ഡ്രൈവിംഗ് ഹാബിറ്റ് ഇല്ല, ഡ്രൈവിംഗ് എറ്റിക്കറ്റ് എന്ന് പറയുന്ന സാധനമേ ഇല്ല, ചാർജിങ് എറ്റിക്കറ്റും ഇല്ല, ഒന്നുമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പെക്ടേഷൻസ്, എന്താണ് ഇൻ ഫ്യൂച്ചർ പ്ലാൻ? അതായത് നമ്മളിപ്പോൾ EV എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പറയും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ ഇല്ല, നമ്മൾ ഞാനടക്കുമ്പോൾ ഉള്ളവർ പറയാറുണ്ട് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ മാക്സിമം മുതലാക്കുക. എന്താണ് പ്ലാൻസ്? ഇത് എത്ര കിലോമീറ്റർ ഓടും? എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എത്ര വർഷം യൂസ് ചെയ്യാനാണ്? ഇപ്പോൾ നോർമലി 5 വർഷമാണ് ഞാനൊരു വണ്ടി സാധാരണ ഉപയോഗിക്കാറ്. അതിനേക്കാൾ കൂടുതൽ ഞാൻ ഉപയോഗിച്ച എന്റെ സിറ്റി മാത്രമാണ്. അത് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്, കാരണം അതിന്റെ ഒരു കംഫർട്ടും കാര്യങ്ങളും അത് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ആ സാധനം പിന്നെയും കൊണ്ടു നടന്നത്. പിന്നെ ഡിപ്രിസിയേഷൻ വല്ലാതെ വന്നപ്പോഴാണ് ആ സാധനം ഒഴിവാക്കിയത്. ശരി, സാധാരണ ഗതിയിൽ അല്ലെങ്കിൽ 5 വർഷമാണ് പൊതുവെ കൊണ്ടുനടക്കാറ്. എന്നാലും ഏകദേശം എത്ര കിലോമീറ്റർ ഒക്കെ? ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ IC വാഹനത്തെക്കാളും കൂടുതൽ കിലോമീറ്റർ ഓടുന്നില്ലേ? അത് ഓടും, സ്വാഭാവികമായിട്ട് ഓടും. അപ്പൊ ഒരു മാസം തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 4000 കിലോമീറ്ററോളം ആയി. 1 ഇയർ കൊണ്ട് 50,000 ആവും. ഓക്കെ, അപ്പൊ ഒരു 5 ഇയർ എന്ന് പറയുമ്പോ ഒരു 2.5 lakhs 2 lakh പ്ലസ് എന്തായാലും ഓടിയിട്ട് പിന്നീട് ആ ടൈമില് എന്താ കിട്ടാന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാനാണ്, അങ്ങനെയാണ് പ്ലാൻസ് ഒക്കെ ശരിക്കും? തീർച്ചയായിട്ടും. ഞാൻ ഒന്നാമത് നമുക്ക് ഇതിലുള്ള അഡ്വാൻറ്റേജസും ഉണ്ടല്ലോ. നമുക്ക് ഡിപ്രിസിയേഷൻ കൂടുതൽ ക്ലെയിം ചെയ്യാൻ പറ്റും, അവരുടെ പേരിലായതുകൊണ്ട് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതൊന്നും പലരും പറയാത്ത പോയിന്റുകളാണ് കേട്ടോ. നമ്മള് കമ്പനിയുടെ പേരിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. 40% നമുക്ക് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. അത് നമ്മൾ ഹൈ എൻഡ് സ്ലാബിലൊക്കെ കിടക്കുന്ന ആളുകളാണെങ്കിൽ വലിയൊരു എമൗണ്ട് ഫൈനാൻഷ്യലി ബെനിഫിഷ്യൽ ആണ് നമുക്ക്. അതെ, കമ്പനിയുടെ പേരിൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഫൈനാൻസിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള കുറെ അഡ്വാൻറ്റേജസ് ഫേമിന്റെ പേരിൽ എടുക്കുമ്പോൾ ബിസിനസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും കമ്പനിയുടെ പേരിൽ തന്നെ വണ്ടി എടുക്കുന്നതാണ് നല്ലത്. അത് നല്ലൊരു ഐഡിയ ആണ്. നമ്മൾ പിന്നെ ഈ നോർമൽ യൂസ് ആണല്ലോ, നമ്മൾ ഈ കൊമേഴ്ഷ്യൽ യൂസ് അല്ല. അതേപോലെ തന്നെ ചെറുതാണെങ്കിലും ഒരു ഡിഫറൻസ് ഉള്ള സാധനമുണ്ട്. നമുക്ക് പിന്നെ ചാർജ് മോഡിന് ഇല്ല, പക്ഷെ പലതിലും നമുക്ക് GST ക്ലെയിം ചെയ്തുകൊണ്ട് തന്നെ ചാർജിങ് ഇതിന്റെ ബില്ലിൽ നമുക്ക് GST നമ്പർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന GST അടക്കം ഇൻപുട്ട് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്കുള്ള ലാഭം, ഐ മീൻ റണ്ണിങ് കോസ്റ്റിലുള്ള ലാഭം ഇത് കൂടാതെ വേറെയും നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് ഫൈനാൻഷ്യലി വരുന്നുണ്ട്. ചുമ്മാ അല്ല, എനിക്ക് തോന്നുന്നു ഗോവിന്ദ അടക്കമുള്ള എല്ലാവരും കമ്പനിയുടെ പേരിൽ തന്നെ EV മൊത്തത്തിൽ എടുത്ത് യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ടാക്സ് ഹൈ എൻഡ് സ്ലാബിലുള്ള ആളുകൾ ഏറ്റവും നല്ലത് കമ്പനിയുടെ പേരിൽ വണ്ടി എടുക്കുക. ഡിപ്രിസിയേഷൻ കഴിഞ്ഞ് ബുക്കിൽ നിന്ന് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കിയിട്ട് പുതിയതിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പുതിയ വണ്ടികൾ ഉപയോഗിക്കാം, നമുക്ക് അതിനുള്ള ഗവൺമെന്റ് ടാക്സ് സേവിങ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ജയരാജേട്ടൻ്റെ XCV90 ഇതുവരെയുള്ള വിശേഷങ്ങൾ. ഒരു 8000 കിലോമീറ്റർ നമ്മുടെ വണ്ടി ആയിട്ടുള്ളൂ, എങ്കിൽ പോലും 2 മാസം കൊണ്ട് 8000 കിലോമീറ്റർ 4000 കിലോമീറ്റർ ഓടിച്ചു. ആള് കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. നമ്മൾ വിൻസറിലൊക്കെ പറയുന്ന പോലെ 1-2 ഈ ലാഗ് അങ്ങനത്തെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് പുള്ളിക്കൊരു ഇഷ്യൂ ആയിട്ടുള്ളൂ. ചാർജിങ് റിലേറ്റഡോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഇല്ല. നമുക്ക് നാളത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ BYDയുടെ സെൽസൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ട് പോകേണ്ട ഒരു വണ്ടി തന്നെയാണ്. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുണ്ട്, അതെല്ലാം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാനിപ്പോൾ ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പും കയറിയിട്ടുണ്ട്. നമ്മുടെ വിൻസറൊക്കെ പോലെ തന്നെ ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ്. ബാക്കിലാണെങ്കിലും 3 പേർക്ക് ഭയങ്കര സുഖമായിട്ടിരിക്കും. അത്യാവശ്യം തൈ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. വലിയ വണ്ടിയാണ്, നീട്ടമുണ്ട്, വിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് 3 ഡിസ്പ്ലേ കാര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ സെൻട്രൽ കൺസോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ. സസ്പെൻഷനൊന്നും നമ്മുടെ വിൻസർ പോലെ സ്റ്റിഫൊന്നുമില്ല. പിന്നെ കേരള ആയതുകൊണ്ട് നമ്മൾ വലിയ വലിയ കുഴികളൊക്കെ ചാടുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കുഴികളിലൊക്കെ ചാടുമ്പോൾ. അതല്ലാതെ ഒരുവിധം ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇല്ലുമിനേറ്റഡ് സൺറൂഫ് ഉണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് LED ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തും. ഏകദേശം 15 സ്പീക്കേഴ്സ് അങ്ങനെ തന്നെ കാണാൻ എല്ലാ സാധനം ആവശ്യമില്ലാത്തായിട്ടുള്ള സകല സാധനം ഉണ്ട്. നമുക്ക് ADASും 500 കിലോമീറ്ററുള്ള റേഞ്ച് തന്നെ സിറ്റിയിൽ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ മറ്റേ ഓട്ടോ പാർക്ക്,
ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടിയാണ്. ഏറെക്കുറെ എനിക്ക് ഇഷ്ടപ്പെട്ട, പക്ഷെ നമ്മുടെ ഒന്നും ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു വണ്ടിയല്ല. പക്ഷെ എനിക്ക് 422 കിലോമീറ്റേഴ്സ് ഇപ്പോഴും കാണിക്കും. പിന്നെ ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതിന്റെ ആ ഡിസ്പ്ലേ ഒക്കെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം LED ആയിരിക്കണം. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, നല്ല ക്ലാരിറ്റിയിലാണ് ഡിസ്പ്ലേ ഒക്കെ വന്നേക്കുന്നത്. നമ്മൾ യൂട്യൂബ് എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആളുകൾക്ക് നമുക്കത് കാണാനൊക്കെ സാധിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു കിടിലൻ വണ്ടിയാണ്. റോട്ടിൽ ഇറങ്ങിയാൽ തന്നെ ഭയങ്കര ഒരു റോഡ് പ്രസൻസ് ആണല്ലേ. റോഡിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ ഞാൻ വരുമ്പോഴത്തേക്കും ഈ വണ്ടി എൻ്റെ ഫ്രണ്ടിൽ പോയപ്പോൾ തന്നെ അവിടെ നിന്ന് പയ്യന്മാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടിയാണ്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് XUV-9 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. BE6 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കത് ഓർക്കുമ്പോൾ ഒരു ട്രോമ പോലെയാണ്. കാരണം ഫ്രണ്ടിലിരുന്ന് ഓടിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, പക്ഷെ ബാക്കിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലകറക്കവും ഛർദ്ദിക്കാൻ വരലും, ഒരു പെട്ടിക്കകത്ത് നമ്മൾ അടച്ചിട്ടിട്ട് ഒരു ചെറിയ ഹോള് മാത്രം ഇട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ BE6 പാക്ക് 3 വരുമ്പോഴും എനിക്ക് തോന്നുന്നത് ഏകദേശം 32 അതിനും വരുന്നുണ്ട്. അത്രയും പൈസ നമുക്ക് കൊടുക്കാനാണെങ്കിൽ 3 lakhs എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ XUV-9 ആയിരിക്കും എന്തുകൊണ്ടും ഒരു ഫാമിലി ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറേ കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു വണ്ടി. പക്ഷെ നമുക്ക് വേണ്ടത് ഈ പറയുന്ന പോലെ നല്ല ഡ്രൈവിംഗ് പ്ലഷർ ആണെങ്കിൽ നമ്മൾ BE6 തന്നെ നോക്കാം. അതല്ല നമുക്ക് ഡ്രൈവ് കംഫർട്ടും ഒരുപാട് പ്രാക്ടിക്കാലിറ്റി ഒക്കെ ആണ് വേണ്ടെങ്കിൽ XUV-9 തന്നെ എടുക്കുക. കിടിലൻ വണ്ടി, ഒന്നും പറയാനില്ല. എന്തായാലും താങ്ക്സ്. ഇപ്പൊ ഞാൻ അന്ന് വണ്ടി എടുത്ത ടൈം മുതലേ ഞാൻ പുറകെ നടക്കുന്നതാണ്. പക്ഷെ പിന്നീട് എനിക്ക് ജോലിയിൽ തിരക്കുകൾ വന്നപ്പോഴും ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ അടുത്ത ആഴ്ച, അങ്ങനെ നീണ്ടു പോയി. ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് ഫൈനലി നമുക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും താങ്ക്സ്. എനിക്ക് വേണ്ടിയിട്ട് ഇപ്പം അത്യാവശ്യ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ പോലും എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം മാറ്റി വെച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് ഇനിയും ഒരു 25,000 ഒരു 30,000 ഒരു 50,000 ഒക്കെ ആയിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയും വീണ്ടും കാണണം. അപ്പോൾ വലിയ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ വണ്ടി ഒരു 2 lakh 3 lakh എത്ര വേണമെങ്കിലും ഓടിക്കാനുള്ള ഒരു ഇത് ലഭിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ശരി, എന്നാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.